വിഷയം മല്ലു ട്രാവലറാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പീഡന ആരോപണമാണ്, അങ്ങനെ തന്നെ പറയണം. ഇവിടെ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് മല്ലു ട്രാവലറിൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് തന്നെയാണ്. മല്ലു ഈ വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. കാരണം ആ വീഡിയോക്കകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ തന്നെ ഒരു വ്യക്തതയുണ്ട്, എന്നാൽ അതേ സമയം ഒരു വലിയ വ്യക്തത കുറവുമുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ചെയ്യാം. എനിക്ക് വേണ്ട ഞാനിത് ചെയ്തത് അവൻ പറഞ്ഞ വെച്ചാൽ അവന് റീച്ചല്ല, അവൻ ആ ഒരു സമയത്ത് ആ ഒരു അട്രാക്ഷനിൽ അവന് വെൽക്കം ചെയ്തു, അവൾ വന്നു. പക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് പരാജയമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ പിന്നെ എന്താ പറയുക പിരിയുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അവർ പിരിയുന്ന കാര്യം കൺഫേം ആണ്. അതിനുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് അവരെടുത്തിട്ടുണ്ട്. സംസാരിച്ചു. ആ പെണ്ണ് ഭയങ്കര സാഡായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും മെൻ്റലി വിഷമമുണ്ടോ വെച്ചു. അവൾ പറഞ്ഞു എനിക്ക് വിഷമമുണ്ട്, കാരണം അതാണ് അവസ്ഥ ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, നമുക്ക് ഡ്രൈവ് പോകാം. അങ്ങനെ രണ്ടാളും കൂടി വന്നു, എൻ്റെ കാറിൽ കയറി ഞങ്ങൾ പുറത്ത് എൻ്റെ പോർഷെ എടുത്തു, ഞങ്ങളൊന്ന് കറങ്ങി, അതേ ഹോട്ടലിൽ വന്നു, താഴെ റിസപ്ഷനിൽ വന്നു, ഞാൻ അവരോട് ബൈ ബൈ പറഞ്ഞു പിരിഞ്ഞു. ഇതാണ് സംഭവിച്ചത്. ഇവർ രണ്ടുപേരും വന്നത് ഒരുമിച്ചിട്ടാണ്, ഇവർ രണ്ടുപേരും പോയതും ഒരുമിച്ചിട്ടാണ്. ഇതിനിടയിൽ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടീനെ പീഡിപ്പിച്ചത്? 1 മിനിറ്റ് സമയം വാതിൽ ചാരിയിട്ട് ഇവൻ പുറത്ത് വെയിറ്റ് ചെയ്തത്. ഞാൻ അങ്ങനെ ഇവളെ പീഡിപ്പിക്കാൻ നോക്കിയെങ്കിൽ എന്തുകൊണ്ട് ഇവള് സൗണ്ട് ആക്കിയില്ല, ഒച്ച വെച്ചില്ല? ഇനി ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, അവൾ വായൊക്കെ പൊത്തിപ്പിടിച്ച് പീഡിപ്പിക്കാൻ വെച്ചെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവർ പുറത്ത് എൻ്റെ കൂടെ വന്ന് വളരെ സന്തോഷത്തോടു കൂടി വണ്ടി കയറി, വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഡ്രൈവ് പോയി തിരിച്ച് അവിടെ വന്നു, അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ഈ വാദം മല്ലു തൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോഴും പറയുന്നു, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഖാദർ കരിപ്പൊടി ആയിട്ടാണ്. മല്ലു ഞാനും പ്രതിനിധാനം ചെയ്തിരുന്ന കേരള ഇൻഫ്ലുവൻസസ് കമ്മ്യൂണിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ, അതിൻ്റെ പ്രസിഡന്റാണ് ഞാൻ. അദ്ദേഹം അതിൻ്റെ ഭാരവാഹിത്വത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നിലവിലില്ല, അന്വേഷണ വിധേയമായിട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് പബ്ലിക് ഏരിയയിൽ നിങ്ങൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടുള്ള ആ വ്യക്തി എന്നുള്ള നിലക്കാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? മല്ലു പറഞ്ഞ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം, ഒഫീഷ്യലി കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങളൊരു അന്വേഷണം നടത്തി. ഈ ഹോട്ടലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് മല്ലു പറയുമ്പോൾ അതിൻ്റെ CCTV ഫുട്ടേജ് ആ ഹോട്ടലിൽ ഉണ്ടാകും. അപ്പം മല്ലു പറഞ്ഞതുപോലെയാണ് ആ ഹോട്ടലിനകത്ത് നടന്നിട്ടുള്ള സംഭവങ്ങൾ. ആ റൂമിനകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല. അത് ചിലപ്പോൾ മല്ലു പറയുന്നത് പോലെയായിരിക്കാം, ചിലപ്പോൾ ഈ പരാതിക്കാരി പറയുന്നത് പോലെയും ആയിരിക്കാം. പക്ഷെ മല്ലു പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ, റൂമിൻ്റെ പുറത്ത് ഇവര് ഈ റൂമിന് പുറത്തേക്ക് വന്ന സമയത്ത് മല്ലുവിൻ്റെ കൂടെ തന്നെയാണോ കാറിലൂടെ യാത്ര ചെയ്തത്, അത് ശരിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ചപ്പോൾ അത് 100% ശരിയാണ്. 100-ൽ 110% ശരിയാണ്. അത് മല്ലു പറഞ്ഞത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ ഈ റൂമിനകത്ത് ചിലപ്പോൾ അങ്ങനെയല്ലല്ലോ കാതറെ നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മല്ലു പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റൂമിനകത്ത് ഈ പറയപ്പെടുന്ന പങ്കാളിയെ, ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും അല്ല, കാരണം പങ്കാളികളാണ്. നിയമപരമായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, കല്യാണം കഴിക്കാൻ അവർക്ക് കുറച്ച് തടസ്സങ്ങളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പങ്കാളി ഈ റൂമിനകത്ത് നിൽക്കുമ്പോൾ മല്ലു എങ്ങാനും ഈ പരാതിക്കാരിയെ കയറി പിടിച്ചിരുന്നുവെങ്കിൽ ആ പരാതിക്കാരി ശബ്ദം ഉയർത്തില്ലേ? പുറത്തുള്ള തൻ്റെ പങ്കാളിയെ വിളിക്കില്ലേ? ഇതാ ഇവൻ എന്നെ കയറി പിടിക്കുന്നുണ്ട്, ഇവൻ എന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയില്ലേ എന്നുള്ളതാണ് മല്ലു ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം ഞാനും ചോദിക്കുക. അങ്ങനെ ചെയ്യില്ലേ? അങ്ങനെ ചെയ്യാനല്ലേ സാധ്യത? ഒറ്റക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ ചെയ്തില്ല എന്ന് വരാം, കാരണം പേടിച്ചിട്ട് ചിലപ്പോൾ പറയാതിരുന്നേക്കാം. എങ്ങനെയെങ്കിലും ഇവനിൽ നിന്ന് രക്ഷപ്പെട്ട് പതിയെ പുറത്തേക്ക് പോയി ഒന്ന് ഫ്രീ ആയി നിന്നിട്ട് പറയാം എന്ന് തീരുമാനിച്ചേക്കാം. പക്ഷെ അതല്ല വിഷയം. ഈ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് ഇവര് മല്ലുവിന്റെ കാറിലൂടെ റൗണ്ട് അടിച്ച് വീണ്ടും വന്ന് ബായ് പറഞ്ഞിട്ടാണ് ഇവര് പോയത്. അതൊരു അവ്യക്തതയുള്ള ഒരു സംഭവമല്ലേ? പരാതിക്കാരി പറയുന്നത് പോലെയുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതിക്കാരിയോടൊപ്പം. മല്ലുവിന് ഒരു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കരുത്, മല്ലുവിനെതിരെയുള്ള നിയമ പോരാട്ടത്തിൽ ആ യുവതിയോടൊപ്പമാണ് ഞങ്ങളുള്ളത്. പക്ഷേ അങ്ങനെ തോന്നാതിരിക്കുന്നതിന്റെ കാരണം ഇതിലുള്ള ഒരു അവ്യക്തതയാണ്. ആ അവ്യക്തത ആരാണ് കളയേണ്ടത്? പരാതിക്കാരിയും പരാതിക്കാരിയുടെ കൂടെയുള്ള ആളുമാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ദുരാനുഭവം നേരിട്ട വ്യക്തിയുടെ കൂടെ
സ്വന്തം പങ്കാളിയോടൊപ്പം പരാതിക്കാരി എന്തിനാണ് ആ കാറിൽ പോയത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇത്തരം കേസുകൾ വരുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ നിൽക്കണം പോലീസ്, യാതൊരു സംശയമില്ല. സംശയം ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ പോലീസുകാർ തയ്യാറാവണം എന്നുള്ളതാണ്. ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക, ആരോപണ വിധേയന്റെ ഭാഗവും കൂടി കേൾക്കുക എന്നുള്ള ഒരു മാന്യത ഇവിടെയുള്ള സിസ്റ്റം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരോപണ വിധേയനും എന്താണ് പറയാനുള്ളത്, അതിനുശേഷം മതി നിയമ നടപടികൾ എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന വിഷയമാണ്. ഇവിടെ എത്ര ബലാത്സംഗ കേസുകളിലെ പ്രതികൾ എന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തി നിരപരാധികളാണ്. എത്ര കേസുകളിൽ ഇവിടെ ആളുകൾ നിരപരാധികളാണെന്ന് പിന്നീട് തെളിയിക്കപ്പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാ? പ്രാഥമിക ഘട്ടത്തിലുള്ള അന്വേഷണത്തിൽ വരുന്ന ക്രമക്കേടുകളാണ്, ശ്രദ്ധാക്കുറവുകളാണ്, പെടുന്നതിനെയുള്ള എടുത്തുചാട്ടങ്ങളാണ്. അപ്പൊ ഇവിടെ വിദഗ്ധമായ ഒരു അന്വേഷണം നടത്തണം. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. അത് ഇന്ത്യൻ പൗരയാണെങ്കിലും സൗദി പൗരയാണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയാലേ ഇവിടെ നീതിയും നിയമവും സംരക്ഷിക്കപ്പെടത്തുള്ളൂ. ആവർത്തിച്ചു പറയുന്നു, നിയമം നീതിയിലേക്കുള്ള വഴിയാണ്. അപരാധിയുടെ മേലിൽ നിരപരാധിക്കുള്ള വിജയമാണ് നീതി. അതിന് നിയമമെന്ന വഴി പരിപൂർണമായും യാഥാർത്ഥ്യമാകണം. നിയമത്തെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നിരപരാധിയുടെ മുകളിൽ അപരാധിക്ക് വിജയമുണ്ടാകും. നീതി അവിടെ അനീതിയായി മാറും. ഇത് രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളെ തകർക്കും. നിയമ സംവിധാനങ്ങളോടുള്ള പൊതുജനത്തിന്റെ വിശ്വാസത്തെ തകർക്കും. ചൂഷണം ചെയ്യുന്ന അവസ്ഥ ഈ രാജ്യത്ത് ഓരോ ദിവസവും കണ്ടുവരികയാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കെട്ടുകേസുകളുടെ എത്ര പെട്ടികൾ നമ്മുടെ ഈ നിയമ സംവിധാനത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ പല മേഖലകളിലും കെട്ടിക്കിടക്കുന്നുണ്ട്. എത്ര നിരപരാധികൾ വർഷങ്ങളായിട്ട് കോടതികൾ കയറിയിറങ്ങുന്നുണ്ട്. ഇതാരുടെ പ്രശ്നമാണ്? പ്രാഥമിക ഘട്ടത്തിൽ ഇവിടെയുള്ള നിയമപാലകർ കൈക്കൊള്ളുന്ന നിയമ നടപടികളിൽ വരുന്ന പ്രശ്നമാണ്, നിയമപാലകരുടെ പ്രശ്നമാണ്. അത് തിരുത്തേണ്ടതാണ്, തിരുത്തപ്പെടേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് തിരുത്തപ്പെടാൻ നമ്മളൊക്കെ മുന്നോട്ട് വരേണ്ടവരാണ്. ഇത് നാളുകളിൽ നമ്മളെയും ബാധിച്ചേക്കും. ഞാനിവിടെ ഒരിക്കലും പരാതിക്കാരിയെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് മല്ലു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ചിലത് ശരിയാണ്, എന്നാൽ മറ്റു ചിലതിൽ വ്യക്തത കുറവുണ്ട്. മല്ലുവിന്റെ ഭാഗത്ത് തന്നെ മറ്റു ചിലതിൽ വ്യക്തത കുറവുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മല്ലു പറഞ്ഞ ഈ കാര്യം അത് ശരിയാണ് എന്നുള്ളത് ആ ഹോട്ടലിന്റെ CCTV ഫുട്ടേജിൽ വ്യക്തമായി മനസ്സിലാകുമ്പോൾ ഞാൻ ആവർത്തിച്ചു പറയുകയാണ്, നിയമം ചൂഷണം ചെയ്യാനുള്ള ഒരു ചെറിയ ഇട പോലും നിയമപാലകർ കൊടുക്കരുത്. ദുരുപയോഗം ചെയ്യപ്പെടും. അത് നാളുകളിൽ ഈ നിയമപാലകരെ അടക്കം ബാധിക്കുന്ന അവസ്ഥയുണ്ടാകും. അപ്പോൾ വ്യക്തമായി അന്വേഷിക്കണം. ഇപ്പോൾ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി സ്ത്രീകളോടൊപ്പമാണ്, യുവതികളോടൊപ്പമാണ്, സ്ത്രീ സമൂഹത്തോടൊപ്പമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ആദ്യത്തെ പ്രസ് മീറ്റിൽ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഉയർത്തിയ കാര്യം എന്ന് പറയുന്നത് തന്നെ 20ഓളം ഇൻഫ്ലുവൻസർമാരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, തല വെട്ടിമാറ്റിയ ചിത്രങ്ങൾ ഒരു അശ്ലീല വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നു. 3 വർഷമായിട്ട് ഒരു നടപടിയുമില്ല. 3 വർഷമായിട്ട് ആ സൈറ്റിനെതിരെ ഒരു നടപടിയുമില്ല. പരാതി കൊടുത്തു, ഇവിടെയുള്ള സർക്കാരിന് പരാതി കൊടുത്തു, പോലീസ് സംവിധാനത്തിന് പരാതി കൊടുത്തിട്ട് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പറഞ്ഞത് ആ യുവതികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശബ്ദിക്കുമെന്നുള്ളതാണ്. ഇവിടെ യുവതികൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുമ്പോൾ തന്നെ പുരുഷന്മാരുടെ നീതി ഒരിക്കലും അവർക്ക് ലഭിക്കാതെ പോകരുത് എന്നുള്ളതാണ്. അപ്പൊ മല്ലു ട്രാവലറിന്റെ വിഷയത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അന്വേഷണ വിധേയമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തണം. അതാണല്ലോ അതിൻ്റെ ഒരു രീതി. കാരണം അദ്ദേഹം കൂടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ട്. 100% മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ സത്യം ജയിക്കണം. ആരും കുറ്റവാളിയാകുന്നില്ല. നീതിന്യായ വ്യവസ്ഥ കുറ്റവാളിയാണെന്ന് കണ്ടെത്തുന്നത് വരെ അതുവരെ ആരോപണ വിധേയർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് സത്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ദുരുപയോഗം ചെയ്ത് നിയമങ്ങളെ വളച്ചൊടിക്കുന്ന ആളുകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനം ഇവരങ്ങനെയാണ് എന്നല്ല, മറിച്ച് അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്.